മിസ്റ്ററികളുള്ള യൂട്യൂബിൽ ഒരുപാട് സുമതി വളവെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ പറയുന്ന സുമതി വളവ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചോ സുമതി വളവിൻ്റെ എന്താണ് ഗുട്ടൻസ് എന്നുള്ളതൊക്കെ ഈ സിനിമയിൽ പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ തിയേറ്ററിൽ പോയത്. പക്ഷെ അങ്ങനെയൊന്നും പറയുന്നില്ല. അവർ ആ മിസ്റ്ററി ആയിട്ട് തന്നെ നിലനിർത്തുന്നുണ്ട്. എന്നിട്ട് അതുമെന്നാണ് കഥ തുടങ്ങുന്നത്. ഈ മണിച്ചിത്രത്താഴ് അതുപോലെ തന്നെ മേലെപ്പറമ്പിൽ അൺവീടൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ആ കഥ നടക്കുന്നത്. അതുപോലെ ആർട്ട് ടീം അത് നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള എല്ലാ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ എല്ലാ എലമെൻറ്റും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോഴും ഭാഷ ചെറിയ പ്രശ്നമാണ്. ഇതിൽ അഭിനയിക്കുന്ന അർജുന അശോകൻ അതുപോലെ തന്നെ വേറെ ആൾക്കാരൊക്കെ ചിലർ കൊച്ചി ഭാഷയൊക്കെ സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സിനിമ. ഇങ്ങനെയല്ല അടിയിലേക്കുമല്ല. ഹൊറർ ഉണ്ടെങ്കിൽ കോമഡി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഹൊററും കോമഡിയും ഒക്കെ എങ്ങനെ പോകും. നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണ്, ഗോകുലിൻ്റെ സുരേഷ് ഗോപിയുടെ മകനായിട്ട് ഗോകുലിൻ്റെ അഭിനയമാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളുടെ പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ മാനറിസങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നിയത് പാട്ടുകളുടെ മിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഒരു സാധ്യത ഇല്ലാത്ത സമയത്ത് ഈ പാട്ടൊക്കെ കുത്തിക്കയറ്റി കൊണ്ടുവരുന്ന അതിനൊരു മിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിങ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഇതായിരിക്കും എന്നുള്ള രീതിക്ക് പറഞ്ഞ എൻഡിങ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആണ്. സുമതി വളവിൻ്റെ എൻഡിങ് അല്ല കേട്ടോ. എന്ന് വെച്ചാൽ സുമതി വളവ് എങ്ങനെയാണ് എന്താണ് അതല്ല, ഈ കഥയുടെ എൻഡിങ് അവർ എങ്ങനെയാണെന്നുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ അഭിനയിക്കാൻ അറിയാത്ത ഒരുപാട് പേര് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ കാണാം. അങ്ങനെ വെറുതെ നിൽക്കുന്നത്, സംഭാഷണങ്ങളില്ലാതെ നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് സിദ്ധാർത്ഥൻ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്രീനിൽ വരുമ്പോൾ തൊട്ടുള്ള ആ ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഗർഭിണികൾ ഈ സിനിമ കാണരുത്. ഗർഭിണികൾക്ക് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ ഫാമിലി സിനിമയാണെന്നല്ലോ പറയണ്ടല്ലോ. ഒരു ഫാമിലി മൂവിയാണ്. എന്ന് വെച്ചാൽ റിലാക്സ് ഒക്കെ ചെയ്ത് പോയിട്ട് കാണാൻ പറ്റുന്ന അച്ഛനമ്മ മക്കൾ അളിയനളി അങ്ങനെ ഒരു സെറ്റപ്പിൽ കാണാൻ പോയി പറ്റുന്ന ഫാമിലി മൂവിയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു സാധനമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ വർക്കായിട്ടില്ല, കുറേ കാര്യങ്ങൾ വർക്കായിട്ടുണ്ട്. ബൈ.